വെൽക്കം ടു കേരള കിച്ചൻ മോംസ് റെസിപ്പീസ്. ഇന്ന് നമുക്കൊരു സ്വീറ്റ്സ് തയ്യാറാക്കാം. അപ്പോൾ വാലൻസ് ഡേ ആയത് കാരണമാണ് ഞാൻ റെഡ് കളറിൽ ഈ സ്വീറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ നമുക്കിത് ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാണ്ട് തന്നെ വൈറ്റിൽ തന്നെ ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. അപ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ മിൽക്കി ബാർക്ക് അല്ലേ, അതിൻ്റെ സെയിം ടേസ്റ്റാണ് ഈ ക്യാൻഡിക്കുള്ളത്. അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വേണ്ടത് ക്രീം ചീസാണ്. അപ്പം ഇത് 1 ടേബിൾ സ്പൂൺ ക്രീം ചീസാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്കിതിനകത്തേക്ക് ചേർക്കാനുള്ളത് പൊടിച്ച പഞ്ചസാരയാണ്. പൊടിച്ച പഞ്ചസാര അല്ലെങ്കിൽ ഐസിങ് ഷുഗറാണ് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഐസിങ് ഷുഗർ ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര മതിയായിരിക്കും. ഇത് 1.5 കപ്പ് വേണം. അടുത്തായിട്ട് നമുക്ക് റെഡ് കളറ് ഫുഡിൻ്റെ കളറില്ലേ, അത് വേണം. അതൊരു ഓപ്ഷണലാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം കളറ് കൊടുത്താൽ മതിയായിരിക്കും. അല്ലെങ്കിൽ നമുക്കിത് വൈറ്റ് കളറിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതായിരിക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ഈ ക്രീം ചീസ് ഒരു ബൗളിലേക്ക് ഇടാം. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഈ പഞ്ചസാരയില്ല, നമ്മൾ പൊടിച്ച ഷുഗർ അതുകൂടെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ക്രീം ചീസും കുറച്ച് ഐസിങ് ഷുഗറൂടെ മിക്സ് ചെയ്തതിന് ശേഷമുള്ള വീഡിയോ ആണ്. ഞാനിത് മിക്സ് ചെയ്യുന്ന വീഡിയോയുടെ ടൈമിൽ എൻ്റെ ക്യാമറ ഓഫായിരുന്നു, അത് ഞാൻ അറിഞ്ഞില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ അതിന് ശേഷമുള്ള വീഡിയോ ആണിത്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്യണം. വാനില എസൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ തൊട്ട് 1 ടീസ്പൂൺ വരെ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂണേ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ബാലൻസ് ഉള്ള ഷുഗറല്ലേ, നമ്മൾ പൊടിച്ചു വെച്ചേക്കുന്ന പഞ്ചസാര, അത് കുറേശ്ശെ ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് നല്ലതായിട്ട് നിന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം എല്ലാ ഷുഗറും ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ട് ഉണ്ടല്ലേ. ഇതേപോലെ ഞാൻ എല്ലാ ഷുഗറും നന്നായിട്ട് ഫോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി പരുവത്തിലാണ് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി. കണ്ടില്ലേ, ഇത് നമ്മുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കണം. അതിനുവേണ്ടി ആ ഒരു പാകം വരെ നമുക്ക് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനനുസരിച്ച് പഞ്ചസാര അളവ് ഇച്ചിരി കൂട്ടി കൊടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം കുറേശ്ശെ ഇട്ടിട്ട് വേണം നിങ്ങൾ എപ്പോഴും ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഇതിൽ നിന്ന് 2 പാർട്ടായിട്ട് മാറ്റി വയ്ക്കാം. കാരണം ഒരു പാർട്ടിനകത്ത് നമ്മൾ ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്, മറ്റേത് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യാത്തതാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫുഡ് കളർ ഒരു ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല ഫുഡ് കളർ ആഡ് ചെയ്യാൻ വേണ്ടി. കാരണം ഫുഡ് കളർ എപ്പോഴും അൺഹെൽത്തിയാണ്. കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഫുഡ് കളർ ഇല്ലാണ്ട് തന്നെ ഈ വൈറ്റ് കളർ തന്നെ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ചൊരു ഫുഡ് കളർ ആഡ് ചെയ്യുകയാണ്. ഒരു 1/4 ടീസ്പൂൺ ഫുഡ് കളറാണ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഫുഡ് കളർ ഞാൻ ഇതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത്, നിങ്ങൾക്ക് മോൾഡ് ഉണ്ടെങ്കിൽ ഇത് മോൾഡിൽ ഒഴിച്ച് നിങ്ങൾക്ക് ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയെടുക്കാം. അത് മിൽക്കി ബാറിൻ്റെ ഒക്കെ ഷേപ്പിൽ, അതേപോലെ ബാർ ഷേപ്പില്ലേ, അതേ ഷേപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം മോൾഡില്ല, അതുകൊണ്ട് ഞാനിത് കൈകൊണ്ടാണ് ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഹാർട്ട് ഷേപ്പും അതുപോലെ തന്നെ ചെറിയ ബോൾസായിട്ട് എടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബട്ടർ പേപ്പർ ഒരു ട്രേക്കകത്തേക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബാറ്ററിയിൽ നിന്ന് കുറേശ്ശെ ഉരുളയായിട്ട് എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് ഇത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ കൈവച്ചുണ്ടാക്കാൻ നേരത്തെ കൈയുടെ പാമിലേക്ക്, അതിവിടെ ഉള്ളം കൈയിലേക്ക് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം ഞാനിവിടെ കുറച്ച് ഹാർട്ടിൻ്റെ ഷേപ്പിലും അതുപോലെ തന്നെ ചെറിയ ഉരുളകളായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ബാലൻസോടെ ഞാൻ ഇതുപോലെ ഉരുട്ടി എടുത്ത് വെച്ചിട്ട് കുറച്ച് നേരം നമ്മളിത് തണുക്കാൻ വേണ്ടി വെക്കണം. കഴിയുന്നത് ഫ്രിഡ്ജ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പുറത്ത് വെച്ചാലും മതിയായിരിക്കും. പുറത്തിരിക്കുകയാണെങ്കിൽ ഏകദേശം 1-2 മണിക്കൂർ വേണമായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പം നമുക്കിത് ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കാം. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. ഇപ്പം നമ്മുടെ ക്യാൻഡി നല്ലതുപോലെ സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, നന്നായിട്ട് സെറ്റായിട്ടുണ്ട്.
അതിൽ നിന്ന് നന്നായിട്ട് വിട്ടും വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ക്യാൻഡിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ഫുഡ് കളർ ആഡ് ചെയ്ത് തന്നെ ഈ ക്യാൻഡി ഉണ്ടാക്കാൻ നോക്കുക. ഇത് ശരിക്കും മിൽക്കി ബാറിൻ്റെ അതേ ടേസ്റ്റുള്ളൊരു ക്യാൻഡിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.